ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണിത്. ഇതിനാവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോസ് 2 ഒരു ക്യാരറ്റ്, ഗ്രീൻ പീസ് 1 കപ്പ്, പച്ചമുളക് 3 3 വെളുത്തുള്ളി, ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ളത്, ഒരു മീഡിയം സൈസ് സവോള, 1 കപ്പോളം അല്ലെങ്കിൽ 1 പിടി മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് അത് അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങ ചിരകിയതൊരു 4 ടേബിൾ സ്പൂണോളം വേണം, പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂൺ, കാഷ്യൂനട്ട് ഒരു 6. പിന്നെ ഇത് ഉണ്ടാക്കാൻ ആദ്യമേ സവോളയൊക്കെ വഴറ്റാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 1 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, അത് ഓപ്ഷണലാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കുറുമ റെഡിയാക്കാനായിട്ട് ഞാൻ നമ്മുടെ കുക്കർ അടുപ്പിലോട്ട് വെച്ചു. ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 പച്ചമുളക് നടുവേ കീറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 ഇട്ടത്. എരിവ് അനുസരിച്ച് ആവശ്യാനുസരണം ആഡ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ഇടാനുള്ളത് കൊണ്ടാണ് പച്ചമുളകിന് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് വേകാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറിന്റെ അടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് കറക്റ്റായിട്ട് വെന്ത് വരും. വെന്ത് കൂടി പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറുമ കുളവാകും. ഈ സമയം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 5-6 കാഷ്യൂനട്ട്, തേങ്ങ അത്രയും കൂടെ 1 കപ്പോളം ഇട്ടു. ഇത് നന്നായിട്ട് 1 സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ കുക്കർ വിസിൽ പോയി കഴിയുന്നതിന് വരെ വെയിറ്റ് ചെയ്യണ്ട, അപ്പോൾ അത് വെന്തങ്ങ് അവിഞ്ഞു പോകും വെജിറ്റബിൾസ്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ വിസിൽ കളഞ്ഞ് നമ്മളത് എടുക്കണം. അതിൻ്റെ വിസിലെല്ലാം കളഞ്ഞ് ഞാൻ കുക്കർ തുറക്കുവാണ്. നന്നായിട്ട് നമ്മുടെ പൊട്ടറ്റോസും ക്യാരറ്റും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഗ്രീൻ പീസ് ഇങ്ങനെ പച്ചയ്ക്ക് ഫ്രോസൺ വാങ്ങിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വേകും. അപ്പം ഇതൊന്ന് തിളച്ച് വരണം. ഞാൻ ഗ്യാസ് ഓണാക്കി, പെട്ടെന്ന് തിളയ്ക്കും. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്.
ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഈ മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം ഇതിൻ്റെ ഉപ്പ് ഒന്ന് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടെ. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ കറി ഒരു 5 മിനിറ്റ് ആയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇളക്കി മൂടി വെക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ കറി പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന കറിയാണ്. പിന്നെ നമുക്ക് ഡിന്നറിന് പൊറോട്ടയോ ചപ്പാത്തിയോ അതിൻ്റെ കൂടെയൊക്കെ ഈ കുറുമ യൂസ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.